പ്രിയമുള്ളവരെ, കിഡിലൻ അപ്ഡേറ്റുമായാണ് വാട്സപ്പ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ആ അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ജോലി ചെയ്യുന്ന മേഖല പലതാണെങ്കിലും AI ടെക്നോളജി ആ മേഖലയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും പലരും ചർച്ച നടത്തിയിട്ടുണ്ടാവുക. ChatGPT പോലെ എന്ത് വിവരവും നമുക്ക് ചോദിച്ചറിയാവുന്ന തരത്തിൽ മെറ്റ നമുക്ക് ഒരു AI പരിചയപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ അതിന്റെ മുകളിൽ നിൽക്കുന്ന ഫീച്ചറാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ആരുടെയെങ്കിലും വാട്സപ്പ് മെസ്സേജ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ശേഷം നമ്മൾ അവർക്ക് ഫോട്ടോ, ഓഡിയോ, ഡോക്യുമെന്റ് എന്നിവ അയക്കുന്നതിന് വേണ്ടി ക്ലിക്ക് ചെയ്യാറുള്ള അറ്റാച്ച്മെന്റ് സിംബലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന മെനുവിൽ ഏറ്റവും അവസാനമായി ഇമാജിൻ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കാണുന്നത് പോലെ ഒരു ലേഔട്ടാണ് നമുക്ക് ലഭിക്കുക. അവിടെ വാട്ട് ഡു യു വാണ്ട് ടു ഇമാജിൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. താഴെ ഇമാജിൻ ദെൻ ഒരു ഫെയ്ഡ് ആയിട്ട് എനിത്തിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ സമയം തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ളത്, നമ്മൾ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഇമേജ് AI ഓട്ടോമാറ്റിക്കായി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, എ ബോയ് ജമ്പിങ് ഓവർ എ കാർ. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കുട്ടി ഒരു കാറിന് മുകളിലൂടെ ചാടുന്ന ഒരു ഇമേജ് AI നമുക്ക് തയ്യാറാക്കി തന്നിട്ടുണ്ട്. നമുക്ക് ആ കാറ് മാറ്റി മറ്റൊരു ഓപ്ഷൻ ഓവർ എ റിവർ കൊടുത്ത സമയത്ത് ഒരു പുഴയുടെ മുകളിലൂടെ ചാടുന്ന ഒരു ഇമേജ് AI നമുക്ക് തയ്യാറാക്കി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഇമേജ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ എന്താണോ നമ്മുടെ ആവശ്യം അത് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ എ ബോയ് ജമ്പിങ് ഓവർ എ ഡൈനോ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ കുട്ടി ഒരു ഡൈനോസറിന്റെ മുകളിലൂടെ ചാടുന്ന ഇമേജ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത്തരത്തിൽ എന്താണോ നമ്മുടെ ആവശ്യം അത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയേ വേണ്ടൂ. അത്തരത്തിലുള്ള പിക്ചറുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. തീർന്നില്ല, ഇനിയാണ് അടുത്ത ഞെട്ടിക്കുന്ന ഫീച്ചർ. നമ്മളൊരു പിക്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് സേവ് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് അടിക്കുന്നു. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ അവിടെ കാണാവുന്നതാണ്. സെൻഡ്, ആനിമേറ്റ് എന്നിവയാണ് ആ ഓപ്ഷൻസ്. അതിൽ ആനിമേറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലോഡായി നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പിക്ചർ ഒരു ആനിമേഷൻ പിക്ചറായി നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഈ പിക്ചർ അയക്കുന്നതിന് വേണ്ടി സെൻഡ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ AI ടൂൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ആനിമേറ്റഡ് പിക്ചർ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നോർമൽ പിക്ചറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആനിമേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അധ്യാപകർക്കും അതുപോലെ തന്നെ AI ഉപയോഗിച്ച് ഇമേജ് തയ്യാറാക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമാണ് ഈ ഒരു അപ്ഡേഷൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്